വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായിട്ടുള്ളവരെ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥനയോടുകൂടെ എത്തുവാൻ നമ്മുടെ ഹൃദയങ്ങൾ ഉയർത്തുകയും ഇവിടെ നിശ്ചയമായ ദൈവമോനും സ്വർഗവാദമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകലബുദ്ധിയും കവിയുന്ന സമാധാനം ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം സാധിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും ദിവ്യ ചുക്കുറികളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മോട് സമീപിച്ചു വന്നിരിക്കുന്ന ദൈവത്തോട് നാം അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാസ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവുമാകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽപ്പാൻ യോഗ്യതയില്ലാത്തവരുമാണെന്ന് ഓർത്ത് പരമാർത്ഥമായ നാമത്തോടെ നാം പാപം ഏറ്റുപറയുക. എല്ലാവർക്കും നമ്മുടെ മുഴങ്കാലുകളെ മടക്കി ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റവും വിനയമായി ഏറ്റുപറയാം. വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ചിന്തയിലൂടെയും അറിഞ്ഞു പറയാതെ ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും ദൈവസന്നിധിയിൽ വിനയമായി പറയാം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പ്രകാരം ഉൾപ്പെടുത്തുന്നുവല്ലോ. നിന്റെ പാപം എത്ര കടുംചുവപ്പായിരുന്നാലും പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ആ ദൈവിക വാഗ്ദത്ത വചനത്തിന് മുൻപാകെ നമ്മുടെ ജീവിതത്തിലെ നിയമമായി കേട്ടു പറയാം. മാറിടാത്ത യേശുനാഥൻ മാറ്റത്തിന്റെ വേദന
വിശുദ്ധ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആശ്വാസകരമായ സ്ഥിരവചനങ്ങൾ കേട്ടുകൊള്ളിൽ. സർവശക്തനായ ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയിട്ട് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ച് നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്ന തന്റെ വാത്സല്യപൂർണ്ണനായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ സർവ്വപാപങ്ങളെയും ക്ഷമിച്ചു തരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരത്തിനും കൽപ്പനയ്ക്കും അനുസാരമായി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ദൈവനാമത്തിൽ ഞാൻ നിങ്ങളുടെ സർവ്വപാപങ്ങളുടെയും മോചനത്തെ നിങ്ങളോട് അറിയിക്കുന്നു. എന്നാൽ അനുതാപമില്ലാത്തവരും അവിശ്വാസികളുമായവരുടെ പാപങ്ങൾ അവരിൽ നിർത്തിയിരിക്കുന്നു എന്നും അവർ മനസ്സു തിരിയാത്ത പക്ഷം ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വസിക്കുമെന്നും കൂടെ അറിയുന്നത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും തിരുകൽപ്പന പ്രകാരവും ആകുന്നു. ആമേൻ. ദൈവം നമുക്ക് നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റാൻ സ്തോത്ര സങ്കീർത്തനമായി പാഠപുസ്തകത്തിലെ 215-ാമത്തെ പാട്ട്, പുറത്തുള്ള 96-ാം സങ്കീർത്തനത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പ്രതിവാക്യമായി വായിക്കാം. 96-ാം സങ്കീർത്തനം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ. യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും യഹോവ വലിയവനും ഏറ്റവും സുസ്ഥിരമാകുന്നു. ജാതികളുടെ ദേവന്മാരൊക്കെയും നിത്യാമൂർത്തികളത്രേ. ബഹുമാനവും തേജസ്സും അവന്റെ മുൻപിലും. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ. ദൈവം നമുക്ക് നൽകിയ നന്മകളെ നന്ദിയോടെ ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മനസ്സിലുള്ള പിതാവേ, ഞങ്ങളോടും സകല മനുഷ്യരോടും കാണിച്ചു വരുന്ന ദയാവാത്സല്യങ്ങൾക്കായി ഏറ്റവും താഴ്മയിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിച്ചു വരുന്നതിനും ഈ ആയുസ്സിൽ അനുഗ്രഹിച്ചതിനും ഞങ്ങൾ തിരുനാമത്തെ സ്തോത്രം അർപ്പിക്കുന്നു. എന്നാൽ എല്ലാവരും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ വീണ്ടെടുത്ത മൂല്യ സ്നേഹ നിമിത്തവും തിരുവചനം, വിശുദ്ധ ചെറുകുറികൾ, യേശുക്രിസ്തു മുഖാന്തരം ലഭിക്കാനുള്ള തേജസ്സിന്റെ പ്രത്യാശ എന്നിവ ഞങ്ങൾക്ക് നൽകിയത് നിമിത്തവും ഞങ്ങൾ തിരുനാമത്തെ
അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. തന്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും പകർന്ന നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട്, നീ ഈ കണ്ട സ്വപ്നം എന്തിന്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണു നിന്നെ നമസ്കരിക്കാൻ വരുമോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർക്ക് അവരോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സന്നിവേച്ചു. രണ്ടാം പാഠമായി ഈ ദിവസം വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് സുവിശേഷ വാക്യം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം മുതൽ 24 വരെയുള്ള ദൈവവചനങ്ങളെ മുഴുവൻ തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. മുഴുവൻ തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. നിന്റെ നിക്ഷേപം എടുത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ശരീരത്തിന്റെ വിളക്ക് കണ്ണ് ആകുന്നു. കണ്ണ് ചുവടുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശനമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുന്നതായിരിക്കും. എന്നാൽ നിങ്ങളുടെ വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്! 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പഠിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് കൊടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും കുടുംബത്തിനേക്കാൾ ശരീരവും വലുതല്ലയോ? മനസ്സരിയുള്ള പിതാവായ ദൈവം തിരുവചനത്തിൽ തന്റെ സമ്പൂർണ്ണ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിയിരിക്കാനും ക്രിസ്തുയേശുവിൽ നമ്മെ തന്റെ സമൃദ്ധികളായ കൃപകൾക്ക് അംശികളാകുവാൻ ക്ഷണിച്ചിരിക്കാനും തന്നിലുള്ള വിശ്വാസം ഞാൻ പറയുന്നതിന്റെ പിന്നാലെയായി നിങ്ങളും സ്വീകരിച്ചു ചൊല്ലുവാനും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും അപ്പോസ്തല വിശ്വാസ പ്രമാണം ധൈര്യമായി പ്രസ്താവിക്കാം. സ്വർഗങ്ങൾക്കും ഭൂമിക്കും സൃഷ്ടാവായി സർവശക്തനായ പിതാവായിരിക്കുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ കന്യകയിൽ വിവാഹിതനായി ജനിച്ചു. കഷ്ടം അനുഭവിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സമാധാനമായി സാക്ഷികളുടെ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വിശുദ്ധ സാധാരണ സഭയിൽ ശരീരത്തോടെ ജീവിച്ചതിനെ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ വഴിപാടുകളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നതിന് മുൻപായി 161-ാമത്തെ ഗീതം നമുക്ക് ആരംഭിക്കാം. 161-ാമത്തെ ഗീതം. മഹോന്നതാലയ മമാത്മരക്ഷക നമസ്തുതേ.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവ നല്ല ദാനങ്ങളുടെയും ഉറവിടമാകുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ഇപ്പോൾ അർപ്പിച്ചിരിക്കുന്ന സഭയുടെ എളിയ കാഴ്ചയെ അവിടുന്ന് സ്വീകരിക്കുകയും തിരുനാമത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുകയും ചെയ്യണമേ. ഈ കാണിക്ക അർപ്പിച്ച എല്ലാ കരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. വിശേഷിച്ചും കഴിഞ്ഞ ആഴ്ചപ്പട്ടത്തിൽ ജന്മദിനം ആഘോഷിച്ചവരെയും വിവാഹ വാർഷികം ആഘോഷിച്ചവരെയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിലോർക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം അവിടുത്തെ മക്കളെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന്റെ കൃപകളെ നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ അവർക്ക് കൊടുത്ത എല്ലാ കൃപകൾക്കും നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയെ ആലപിക്കേണ്ടതായ സ്തോത്രം മഹത്വം നീ അർപ്പിക്കുന്ന ശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ. ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മുടെ കർത്താവ് അരുളിച്ചെന്നിരിക്കാൻ നമുക്ക് പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കാം. മധ്യസ്ഥ പ്രാർത്ഥനകൾക്കായി നമ്മുടെ തലകളെ വളർത്താം. കേരളം വീണ്ടും ഒരു ദുരിതാമുഖത്തെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കാം. പ്രകൃതി കലുഷിതമായി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ മണ്ണിടിച്ചിലിനാലും തീവ്ര മഴയാലും അനേകർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, കിടപ്പാടം നഷ്ടമായി, ഉറ്റവരും ഉടയവരും നഷ്ടമായ വേദനാജനകമായ സാഹചര്യത്തിലൂടെ കഴിഞ്ഞ ആഴ്ച കടന്നുപോയല്ലോ. മറ്റൊരു ഭാഗത്ത് നാം ചിന്തിക്കുമ്പോൾ വിമാന അപകടത്താൽ അനേകം ജീവൻ നഷ്ടപ്പെട്ടു, അനേകം അപകട മരണത്തെ തരണം ചെയ്യുവാൻ നമ്മൾ കൊള്ളുന്നു. അനേകം കണ്ണുനീരിന്റെ ദുരിതത്തിന്റെ ഭയത്തിലേക്ക് നീ താഴുന്നു. ഒരു ഭാഗത്ത് പകർച്ചവ്യാധിയുടെ അതിവ്യാപനം നിമിത്തം ജനങ്ങൾ ഏറ്റുമുട്ടുന്നു. വളരെയധികം അസ്വസ്ഥതകളും അശാന്തിയും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ രക്ഷാകരം പ്രവർത്തിക്കേണ്ടതിന് വിനയമായി നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കരം കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ അവിടുത്തെ ചെവി മന്ദമായിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അകൃത്യങ്ങൾ, പാപങ്ങളാണ് നമ്മെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്നതെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുമ്പോൾ, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് വിനയമായി ദൈവത്തോട് യാചിക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതുപോലെ പ്രളയദുരിതങ്ങളൊന്നും ഇനി കടന്നു വരുവാനുള്ള വരുത്തരുതേ എന്ന് ദൈവത്തോട് യാചിക്കാം. ഓരോ വർഷവും പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ദൈവമായ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തിന്റെ മഹത്വമുള്ള ജീവൻ നയിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് വിനയമായി ദൈവത്തോട് യാചിക്കാം. നമ്മുടെ സഭയിൽ
എല്ലാ സംഘടനകളെയും ഓർക്കാം. നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാരോഗിയെയും അധ്യക്ഷനെയും നേതൃത്വത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. നീതിസൂര്യനായ ദൈവത്തിന്റെ നീതിബോധമുള്ള ഭരണ നേതൃത്വം കാഴ്ചവെക്കുവാൻ നിയോഗിക്കപ്പെട്ടവരെ സഹായിക്കണമേ എന്ന് വിനയമായി ദൈവത്തോട് യാചിക്കാം. നമ്മുടെ സംസ്ഥാനത്തെയും അയൽ സംസ്ഥാനങ്ങളെയും ഇന്ത്യ മഹാരാജ്യത്തെയും ലോകരാഷ്ട്രങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കാലാവസ്ഥയുടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി യാചിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ദുരിതത്തിന്റെ കണ്ണീർ കയത്തിൽ താഴ്ന്നുപോയ പ്രിയപ്പെട്ടവരെ ഓർക്കാം. രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം. മരുന്നും വൈദ്യനും സൗഖ്യദായകനുമായ ദൈവത്തിന്റെ അത്ഭുതകരം അവിടുത്തെ മക്കളോട് കൂടിയിരിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരുടെ വേദനകളെ ഓർക്കാം. ലോകത്തിൽ ആർക്കും കൊടുക്കുവാൻ കഴിയാത്ത ദിവ്യമായ ആശ്വാസവും സമാധാനവും സ്വർഗത്തിലെ ദൈവം അവിടുത്തെ മക്കൾക്ക് നൽകി ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാലാവസ്ഥ അനുകൂലമാകേണ്ടതിന് ദൈവത്തോട് യാചിക്കാം. പ്രകൃതി ദുരന്തത്തിൽ ഇനി ആരും വഴുതി വീഴുവാൻ ഇടവരുത്തരുത് എന്ന് ദൈവത്തോട് യാചിക്കാം. ലോകരാഷ്ട്രങ്ങളെയും ഓർക്കാം. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ COVID-19 എന്ന കൊറോണ വൈറസിന്റെ അതിവ്യാപന നിമിത്തം ദുരിതം അനുഭവിക്കുന്നവരെ ഓർക്കാം. പ്രതിരോധ മരുന്നിന് വേണ്ടി അത് കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെയും മുൻപാകെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങൾ വിളിക്കുമ്പോൾ ഉത്തരം വരടുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ കർത്തൃദിനത്തിന്റെ പ്രഭാതത്തിൽ അവിടുത്തെ പരിശുദ്ധ ആലയത്തിൽ കടന്നു വന്ന് അങ്ങേ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആവശ്യഭാരങ്ങളെ തിരുസന്നിധിയിൽ ഏറ്റവും വിനയപൂർവ്വം സമർപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനായ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളിലും അനുകൂലനായ ദൈവത്തിന്റെ കരുതലും കാവലും സംരക്ഷണവും അനുഭവിക്കുവാൻ ഈ നിമിഷം വരെ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. മഹാമാരിയുടെ പകർച്ചവ്യാധിയുടെ കെടുതികളിലൊന്നും വഴുതി വീഴാതെ വണ്ണം അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ മുദ്രയിട്ട് കാവൽ ചെയ്തതിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ മഹാമാരിയുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളോടും അവിടുന്ന് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാരകമായ പകർച്ചവ്യാധി ലോകം തന്നെ ഉന്മൂലനം ചെയ്യുവാൻ അങ്ങ് കരുണ കാണിക്കണം ദൈവമേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദൈവമായ കർത്താവേ, കഴിഞ്ഞ ആഴ്ചകളുടെ കാലം പലതരത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് വേദനയുടെ കണ്ണുനീരിന്റെ അനുഭവം
കരുണാകരം പ്രവർത്തിക്കണം. അവിടുന്ന് തൊട്ടവരും അങ്ങേ തൊട്ടവരും അവിടുത്തെ പരിശുദ്ധ നേരത്തട്ടിവരെല്ലാം സൗഖ്യമായി തിരുവചനം ഓർമ്മപ്പെടുത്തുമ്പോൾ ആ സൗഖ്യമാക്കുന്ന വചനമയച്ച് അവിടുത്തെ മക്കളെ അത്ഭുത സൗഖ്യത്തിലേക്ക് വഴി നടത്തണമേ എന്ന് വിനയമായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സഭയിലെ കുടുംബങ്ങളെയും പേരുപേരായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം വരെ ദൈവം ഓരോരുത്തരെയും കാത്തു പരിപാലിച്ചു നന്ദി പറയുന്നു കർത്താവേ. കഴിഞ്ഞ ആഴ്ചകളിൽ ദൈവമായ കർത്താവേ, ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ പ്രിയപ്പെട്ടവരെയും അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം പകരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടുത്തെ മക്കളോട് കൂടി ഇരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. വിശേഷിച്ച് കർത്താവേ, ഞങ്ങളുടെ മാടവുകയും അധ്യക്ഷനെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിലും ഒരു സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേൾക്കുന്നതിനായി നന്ദി മഹത്വം അംഗീകരിക്കുന്ന വിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. തിരുവചന ധ്യാനത്തിന് നമ്മെ തന്നെ ഒരുക്കുന്നതിന് മുമ്പായി 105-ാമത്തെ ഗീതം, അതിൻ്റെ 1ഉം 2ഉം ചരണങ്ങൾ നമുക്ക് ആലപിക്കാം. ഈ ഗീതങ്ങളിൽ 105-ാമത്തെ ഗീതം. ജീവനും ചൈതന്യം തുടിക്കുന്ന വചനം ഞങ്ങൾക്ക് വാഴ്ത്തി കുറുക്കി അനുഗ്രഹിച്ചു നൽകി തന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അല്പസമയം അവിടുത്തെ നുറുക്കപ്പെട്ട വചനം ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും കേടുകളായ അടിയങ്ങൾ ഒരുങ്ങുമ്പോൾ ആ നുറുക്കപ്പെട്ട വചനം ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ സ്വീകരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇപ്പോൾ അടിയന്റെ വായിലെ വാക്കുകളും അവിടുത്തെ മക്കളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്കെന്നും പ്രസാദകരമായിരിക്കുവാൻ ഇഷ്ടം തോന്നണമെന്ന് ഏറ്റവും വിനയത്തോടെ യാചിക്കുമ്പോൾ ദൈവോനി കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളാണ് ധ്യാനചിന്തക്കായി തിരുസഭ നമുക്ക് നൽകിയത്. അല്പനേരത്തെ ധ്യാനചിന്തയ്ക്ക് ആധാരമായി എടുത്തത് 18-ാമത്തെ വാക്യമാണ്. അങ്ങനെ
തന്നെ നിങ്ങളോ സന്തോഷിക്കുവിൻ, എന്നോട് കൂടെ സന്തോഷിക്കുവിൻ. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിക്കുവിൻ, എന്നോട് കൂടെ സന്തോഷിക്കുവിൻ. പൗലോസിന്റെ ലേഖനങ്ങളിൽ ഏറ്റവും ഹൃദ്യമായ ലേഖനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ചും പുതിയ നിയമം നാം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയത് അപ്പോസ്തലനായ പൗലോസ്ലീഹയാണ്. ഏതാണ്ട് 13ഓളം ലേഖനങ്ങൾ എഴുതി എന്ന് ആക്ഷരികമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങളിൽ ഹൃദയസ്പർശിയായ ലേഖനം ഏതെന്ന് ചോദിച്ചാൽ അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണെന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എഴുതുവാനുണ്ടായ സാഹചര്യങ്ങളെ നമുക്കറിയാം. പ്രത്യേകിച്ചും കാരാഗൃഹത്തിലെ കഠിന തടവിന്റെ വേദനയുടെ അനുഭവത്തിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിയത് കൊണ്ട് തന്നെ ഇത് കാരാഗൃഹ ലേഖനമായി നാം കണക്കാക്കാറുണ്ട്. എന്നാൽ ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്കിതിന് മറ്റൊരു പേര് കൂടെ നൽകുവാൻ ഇടയാകും. സന്തോഷത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ലേഖനം. കാരണം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. സ്നേഹനിധിയായ ഒരു പിതാവ് തൻ്റെ സന്തോഷവും കിരീടവുമായ ഫിലിപ്പിയിലെ മക്കൾക്ക് ഉറപ്പും ഉന്മേഷവും പകർന്നു കൊടുക്കുവാൻ എഴുതുന്ന ജീവിത സായാഹ്നത്തിലെ സന്ദേശമാണിത്. മറ്റ് ലേഖനങ്ങളിലേതുപോലെ ശാസനയുടെയോ കുറ്റപ്പെടുത്തലിൻ്റെയോ ശബ്ദമല്ല, സ്നേഹാർദ്ദമായ ഒരു മൃദുല ഹൃദയത്തിൻ്റെ സാരോപദേശമാണ് ഇതിൽ മുഴങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലേഖനത്തെ നമുക്ക് സന്തോഷത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ലേഖനമായി നമുക്ക് കണക്കാക്കാം. പൗലോസിന്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. പഴയകാല ജീവിതത്തിലും പൗലോസ് ആയിരുന്നപ്പോഴും ഒരുപാട് സന്തോഷങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ പ്രസ്തുത വേദഭാഗത്ത് അനുഭവിക്കുന്ന സന്തോഷം വളരെ പ്രത്യേകതയുള്ളതാണ്. അത് ത്യാഗത്തിലെ സന്തോഷമാണ്. എന്നാൽ ഇതിന് മുൻപ് ഈ ത്യാഗത്തിലെ സന്തോഷം അനുഭവിക്കുന്നതിന് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച സന്തോഷങ്ങളുണ്ട്. അതുകൂടെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായി നാം ചിന്തിക്കുമ്പോൾ പൗലോസ് ആകുന്നതിന് മുമ്പ് അവന്റെ പേര് ശൗലെന്ന. അറിവിന്റെ സന്തോഷം അനുഭവിക്കുവാനുള്ള സൗഭാഗ്യം ലഭിച്ചവനാണ്. അറിവിന്റെ സന്തോഷം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഗമാലിയേൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ പണ്ഡിതന്റെ പാദപീഠത്തിലിരുന്ന് അറിവ് സമ്പാദിക്കുന്നതിൽ സന്തോഷം അനുഭവിച്ചവനാണ് ശൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. എന്നാൽ അറിവിന്റെ സന്തോഷം അനുഭവിച്ച ശൗല് പിന്നെ ആ സന്തോഷം അവനെ എത്തിക്കുന്നത്, അല്ലെങ്കിൽ അവനിലൂടെ ആ സന്തോഷം അവനെ എത്തിക്കുന്നത് അധികാരത്തിന്റെ സന്തോഷത്തിലേക്കാണ്. ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് അറിവ് സമ്പാദിച്ചു. അവന്റെ അറിവും പരിജ്ഞാനവും നിമിത്തം, അവന്റെ പഠന നിമിത്തം അവന് ഉന്നത പദവികൾ അലങ്കരിക്കുവാൻ അവന് ഭാഗ്യം കൈവന്നു. അവന് അധികാരത്തിന്റെ സന്തോഷം അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ അവന് കിട്ടി. ഈ അധികാരത്തിന്റെ സന്തോഷം അവൻ അനുഭവിക്കുന്ന സമയം ആ അധികാരത്തിൽ നിന്നുകൊണ്ട് അന്ധകാരത്തിന്റെ സന്തോഷം കൂടെ ആസ്വദിക്കുവാൻ അവന് ഇടയായി. എന്താണ് അധികാരത്തിന്റെ സന്തോഷം?
റോമൻ ഗവൺമെന്റിന്റെ അധികാരം ശൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്, ജ്ഞാനിയായ ശൗൽ എന്ന് പറയുന്ന അറിവ് സമ്പാദിച്ച ജ്ഞാനിയായ ശൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് റോമൻ ഗവൺമെന്റിന്റെ അധികാരം കൊടുത്തു. ആ അധികാരം കിട്ടിയ സന്തോഷത്തിൽ അവൻ ആ അധികാരം ദുർവിനിയോഗം ചെയ്യുവാൻ തുടങ്ങി. എപ്രകാരം ആ അധികാരം അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ അത് അന്ധകാരത്തിന്റെ ഒരു ഇരുട്ടിന്റെ ശക്തികളിൽ അവൻ സന്തോഷം കണ്ടെത്തുവാൻ തുടങ്ങി. അവന് ലഭിച്ച അധികാരം, അവന് ലഭിച്ച അംഗീകാരങ്ങൾ, അവൻ ക്രിസ്തുവിന്റെ നാമം ധരിക്കുന്നവരെ ഉന്മൂലനം ചെയ്യുവാൻ, അവരെ വധിക്കുവാൻ, അവരെ ഉപദ്രവിക്കുവാൻ, അതിൽ സന്തോഷം കണ്ടെത്തുവാൻ അവൻ ശ്രമിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞു, ഒന്ന് അറിവിന്റെ സന്തോഷം അനുഭവിച്ചു, രണ്ടാമത് അധികാരത്തിന്റെ സന്തോഷം ശൗല് അനുഭവിച്ചു. അധികാരത്തിന്റെ സന്തോഷം അവനെ ഇരുട്ടിന്റെ സന്തോഷത്തിലേക്ക് വഴി നടത്തി. കാരണം അധികാരത്തിന്റെ തിമിരം അവന്റെ കണ്ണുകളെ ബാധിച്ചപ്പോ അവൻ ചെയ്യുന്ന ഹീന പ്രവൃത്തികളിലും സന്തോഷം കണ്ടെത്തുവാൻ അവന് ഇടയായി. റോമൻ ഗവൺമെന്റിന്റെ അധികാരപത്രവും മറുകരങ്ങളിൽ മൂർച്ചയേറിയ ആളുമായി ദമസ്കോസിന്റെ പടിവാതിൽക്കലെത്തിയപ്പോ ക്രിസ്ത്യാനികളെ, ക്രിസ്തുവിന്റെ നാമം ധരിക്കുന്നവരെ എങ്ങനെയെങ്കിലും കൊല്ലണം, എങ്ങനെയെങ്കിലും ഉപദ്രവിക്കണം, അവരെ വേദനിപ്പിക്കണം എന്ന ചിന്താഗതിയോടുകൂടെ ശൗല് ദമസ്കോസിന്റെ പടിവാതിൽക്കലെത്തിയപ്പോഴാണ് വെളിച്ചത്തിന്റെ സന്തോഷത്തിലേക്ക് കർത്താവ് കരം പിടിച്ച് വഴി നടത്തിയത്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വലിയൊരു വെളിച്ചത്തിൽ ശൗല് വീണപ്പോൾ അവനിലെ ഇരുട്ട് നീങ്ങിപ്പോയി. അറിവിന്റെ ലോകത്തു നിന്നും തിരിച്ചറിവിന്റെ സന്തോഷം അനുഭവിക്കുവാൻ ശൗൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനിടയായി. ദമസ്കോസിന്റെ പടിവാതിൽക്കലെ ആ സംഭവം അവനെ ആകെ ഉലച്ചു. ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ നാമം ധരിക്കുന്നവരെ കൊല്ലുന്നതിലും ഉപദ്രവിക്കുന്നതിലും സന്തോഷം കണ്ടെത്തിയവനാണ്. ദൈവദൂതന്റെ മുഖം പോലെയുള്ള സ്തേഫാനോസ് എന്ന് പറയുന്ന ദൈവദാസനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിനും അധികാരം കൊടുത്ത് അവന്റെ ശരീരത്തിൽ നിന്ന് രക്തകണങ്ങൾ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും ആ ഒറ്റി വീഴുന്ന രക്തകണങ്ങൾ കണ്ട് സന്തോഷം അനുഭവിച്ചവനാണ് ശൗല്. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിന്റെ മുൻപിൽ അവൻ സാഷ്ടാംഗം പ്രണമിച്ചപ്പോ, അവൻ വീണ് കേണ് അപേക്ഷിച്ചപ്പോ അവൻ തിരിച്ചറിവിന്റെ സന്തോഷം അനുഭവിക്കുവാൻ ഇടയായി. അവനെ യേശു കർത്താവ് തെരഞ്ഞെടുത്തു. അവൻ ആ തിരിച്ചറിവിന്റെ സന്തോഷം അനുഭവിക്കുന്ന വേളയിൽ അവനൊരു തീരുമാനത്തിലെത്തുവാൻ തുടങ്ങി. ആ തീരുമാനം എന്നത്, ഇനി ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്, മരിക്കുന്നതും ക്രിസ്തുവിനോടൊപ്പമാകണം. അതുകൊണ്ട് എൻ്റെ പേരിന് തന്നെ ഒരു മാറ്റം വരുത്തണം. തൻ്റെ വലിമത്തരങ്ങളെല്ലാം മാറ്റിക്കൊണ്ട്, തൻ്റെ അധികാരങ്ങളും പദവികളുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പൗലോസ് എന്ന ഒരു പേര് സ്വീകരിച്ചു. പൗലോസ് എന്ന പേരിന്റെ അർത്ഥം ചെറിയവൻ എന്നാണ്. ചെറിയവനാകുവാൻ ചെറുതിന്റെ ദൈവശാസ്ത്രത്തിലേക്ക് ദൈവമായ കർത്താവ് അവനെ വഴി നടത്തി. തിരിച്ചറിവിന്റെ സന്തോഷം അവനെ കൊണ്ടുവന്ന് എത്തിച്ചത് ത്യാഗത്തിന്റെ സന്തോഷത്തിലേക്കാണ്. അതാണ് പ്രസ്തുത വേദഭാഗം
ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുന്നത് കാരാഗൃഹത്തിലാണെന്ന് പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ. കാരാഗൃഹത്തിൻ്റെ കഠിന വേദനയുടെ നിമിഷങ്ങളിൽ പൗലോസ് ഫിലിപ്പിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇപ്രകാരം ഒരു കത്ത് എഴുതുന്ന വേളയിൽ ആ വേദനയുടെ അനുഭവത്തിൽ മറ്റൊരു സന്തോഷം, ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ സന്തോഷം കണ്ടെത്തുവാൻ പൗലോസ് ശ്രമിക്കുകയാണ്. താൻ ഇതുവരെ അനുഭവിച്ച സന്തോഷത്തിൽ നിന്ന് വ്യത്യസ്തമായ സന്തോഷമാണ് ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം. ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷം എന്നത് അധികാരത്തിൻ്റെ സന്തോഷം, അറിവിൻ്റെ സന്തോഷമല്ല, അധികാരത്തിൻ്റെ സന്തോഷമല്ല, അന്ധകാരത്തിൻ്റെ സന്തോഷമല്ല, പിന്നെയോ വെളിച്ചത്തിൻ്റെ സന്തോഷമാണ്, തിരിച്ചറിവിൻ്റെ സന്തോഷമാണ്, ത്യാഗത്തിൻ്റെ സന്തോഷമാണ് താൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നും ആ താൻ അനുഭവിക്കുന്ന ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ സന്തോഷം പൗലോസ് ഫിലിപ്പിയിലെ തൻ്റെ സഹോദരങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ക്രിസ്തുവിന് വേണ്ടി സഹനമേറ്റെടുത്ത നിമിഷം മുതൽ അവൻ്റെ ജീവിതത്തിൽ കഷ്ടതയുടെ കൈപ്പുനീർ അനുദിനം കുടിക്കേണ്ട സാഹചര്യങ്ങളിലും ആ കൈപ്പുനീരിൻ്റെ അനുഭവത്തിൽ, ആ വേദനയുടെ കണ്ണുനീർ കയത്തിൻ്റെ അനുഭവത്തിൽ മുങ്ങി താഴുന്ന അനുഭവങ്ങൾ വന്നപ്പോഴും അതിലും സന്തോഷം കണ്ടെത്തുവാൻ, അതിന് പ്രത്യാശയോടുകൂടെ തിരുമുഖത്തേക്ക് നോക്കി തന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടുകൂടെ പൂർത്തീകരിക്കുവാൻ പൗലോസിന് സാധിച്ചത് അവൻ കണ്ടെത്തിയ ത്യാഗത്തിൻ്റെ സന്തോഷമാണ്, ക്രിസ്തുവിൽ കണ്ടെത്തിയ സന്തോഷമാണ്. അവൻ ആഗ്രഹിച്ചു, പൗലോസ് ആഗ്രഹിച്ചത് ഇപ്രകാരമാണ്: ക്രിസ്തു പിതാവായ ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ചു, പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ പരിപൂർണമായി സമർപ്പിക്കുകയും അനുസരണമുള്ള ഒരു കുഞ്ഞാടിനെ പോലെ ആയിത്തീരുകയും ചെയ്യുന്ന ആ ക്രിസ്തു പിന്നീട് ഒരു മഹത്വീകരണത്തിന്റെ അനുഭവത്തിൽ എത്തിച്ചേർന്നതുപോലെ ദൈവഭയത്തിലും ദൈവഭക്തിയിലും ദൈവത്തോടുള്ള അനുസരണത്തിലും ത്യാഗത്തിലൂടെ സഹനത്തിലൂടെ മഹത്വീകരണത്തിന്റെ അനുഭവത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരു ആഗ്രഹം പൗലോസിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ത്യാഗത്തിലെ സന്തോഷം. ഫിലിപ്പിയർക്ക് ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ കൂടെ ഞാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുക കൂടി മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനുള്ള വരം കൂടെ ഞാൻ നേടിയിരിക്കുന്നു. അത് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. കഷ്ടത എന്നത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷത്തിൻ്റെ വരദാനമായി പൗലോസ് സ്വീകരിച്ചു. അതുകൊണ്ട് താൻ ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്ന തൻ്റെ വിശ്വാസികളോട് പൗലോസ് പറഞ്ഞു, നിങ്ങളായിരിക്കുന്നത് വക്രതയും ഓട്ടവും നിറഞ്ഞ ഒരു തലമുറയുടെ സാഹചര്യത്തിലാണ്. ഇരുട്ടിൻ്റെ ശക്തികൾ, ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങളിലാണ് നിങ്ങളിപ്പോഴായിരിക്കുന്നത്. എൻ്റെ ജീവിത അനുഭവത്തിലൂടെ ഞാനിന്ന് അനുഭവിക്കുന്ന സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഞാൻ അനുഭവിക്കുന്ന സന്തോഷം പൗലോസ് ആയതിനു ശേഷമുള്ള ആ സന്തോഷം, അതിനു മുൻപ് റോമൻ ഗവൺമെന്റ് നൽകിയ അധികാരത്തിന്റെ സന്തോഷത്തിൽ നിന്ന്, അറിവിന്റെ സന്തോഷത്തിൽ നിന്ന്, അന്ധകാരത്തിന്റെ സന്തോഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സന്തോഷമാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. ഞാനിന്ന് അനുഭവിക്കുന്ന സന്തോഷം സഹനത്തിന്റെ, ത്യാഗത്തിന്റെ സന്തോഷമാണ്. ആ സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നിങ്ങളും ആ സന്തോഷം നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ പങ്കുവെക്കണം. ആ സന്തോഷം പങ്കുവെക്കണമെങ്കിൽ
ജീവനും ചൈതന്യവും ലഭിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങൾ നുകരണം. ഈ വചനം ഹൃദയത്തിൽ സ്വാംശീകരിച്ചുകൊണ്ട് ഈ വചനത്തിലൂടെ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ഇരുട്ട് നിറഞ്ഞ സാഹചര്യങ്ങൾക്ക് ഇരുട്ട് നിറഞ്ഞവനെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ, ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാൻ സ്വയം ഉരുകിക്കൊണ്ട്, സ്വയം ഇല്ലാതായിക്കൊണ്ട്, സഹനത്തിൻ്റെ പാതയിലൂടെ, ത്യാഗത്തിൻ്റെ പാതയിലൂടെ മറ്റുള്ളവരെ സന്തോഷത്തിൻ്റെ വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് വഴി നടത്തുവാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് വിശുദ്ധ വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. വിശ്വാസത്തിന് വേണ്ടി കഷ്ടതയുടെ കൈപ്പുനീർ കുടിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ കൈപ്പുനീർ കുടിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസ് പറയുകയാണ്, ഇനിയും വിശ്വാസത്തിന് വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഭവിക്കുകയാണെങ്കിൽ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ അനുഭവമായി തീരുമെന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളോടെല്ലാവരോടും കൂടെ ഞാൻ സന്തോഷിക്കും, അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിക്കുവിൻ, എന്നോട് കൂടെ സന്തോഷിക്കുവിൻ. ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ സന്തോഷം. ഒരു കാലഘട്ടത്തിൽ ഞാനും പലതരത്തിലുള്ള സന്തോഷം അനുഭവിച്ചവനാണ്. ലോകപരമായി ഞാൻ ഒരുപാട് സന്തോഷം അനുഭവിച്ചവനാണ്. എന്നാൽ ആ സന്തോഷമൊന്നുമല്ല എന്ന തിരിച്ചറിവ് എനിക്ക് ലഭിച്ചപ്പോൾ, ക്രിസ്തുവിൻ്റെ നാമം ധരിച്ച നിമിഷം മുതൽ, ക്രിസ്തുവിന് വേണ്ടി സഹനമേറ്റെടുത്ത നിമിഷം മുതൽ, ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിക്കുവാനുള്ള മനസ്സ് ആർജിച്ചെടുത്ത നിമിഷം മുതൽ ഞാൻ കണ്ടെത്തുന്ന ഒരു സന്തോഷമാണിത്. വേദന മറന്നുകൊണ്ട് ക്രിസ്തുവിൽ സന്തോഷിക്കുവാനുള്ള സൗഭാഗ്യമാണ് എനിക്കിപ്പോൾ ലഭിച്ചത്. ഉടനെ തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥൻ വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടിട്ട് പറഞ്ഞു, ഈ മനുഷ്യന്റെ സന്തോഷം ഈ തടവറയ്ക്കുള്ളിൽ ഒതുങ്ങേണ്ടതല്ല, ഈ സന്തോഷം ലോകം മുഴുവൻ അനുഭവിക്കേണ്ടതാണ്, ഈ ലോകം മുഴുവൻ കേൾക്കേണ്ട സന്തോഷമാണിത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതും ഇത് തന്നെയാണ്. ത്യാഗത്തിലൂടെയുള്ള സന്തോഷം. ജീവിതത്തിൽ പലതരത്തിലുള്ള സന്തോഷങ്ങൾ അനുഭവിക്കുന്നവരാണ് നാം. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയുടെ അനുഭവം എന്നത് വെളിച്ചത്തിൻ്റെ അനുഭവമാണ്. വെളിച്ചമുള്ളവർക്കേ വെളിച്ചം കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. ഇരുട്ടിൻ്റെ അനുഭവത്തിൽ നടക്കുന്നവന് വെളിച്ചം പകരുവാനായിട്ട് കഴിയുകയില്ല. വെളിച്ചം പകരണമെങ്കിൽ സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ അനുഭവം ആർജിച്ചെടുക്കുവാൻ കഴിയണം. ആ സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ അനുഭവത്തിലൂടെ അനേകർക്ക് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്തോഷം പകരുവാൻ പൗലോസ് അപ്പോസ്തലന് ഇടയായത് ക്രിസ്തുവിൽ ആയപ്പോഴാണ്. നമുക്ക് നിമിഷം നമ്മുടെ കണ്ണുകളെ അടക്കാം, പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ ഞങ്ങളോടാഴമായി സംസാരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച പരിശുദ്ധ വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവേ, ഇതുവരെ ലോകം തരുന്ന സന്തോഷത്തെ പോലെയല്ല ദൈവവചനത്തിലൂടെ ഞങ്ങൾ കേൾക്കുന്ന സന്തോഷമെന്ന് ഞങ്ങൾക്ക് തിരുവചനം ഞങ്ങളെ പഠിപ്പിച്ചതിനായി ഞങ്ങൾ സ്തോത്രം തരുന്നു. സഹനത്തിലൂടെ, ത്യാഗത്തിലൂടെ സന്തോഷം അനുഭവിക്കുവാൻ, ആ സന്തോഷത്തിലേക്ക് മറ്റുള്ളവരെ നയിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം നീ കർമ്മിക്കുന്ന മിശിഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയങ്ങളോടെ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുക.
കൊള്ളുവിൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സഹവാസവും കാവലും അനുഗ്രഹവും നാം ഏവരോടും ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഏറ്റവും ഒടുവിലായി 223-ാമത്തെ ഗീതം, അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണം നമുക്കറിയാം.